ഗൂഗിൾ മാപ്പിൽ നിർബന്ധമായിട്ടും ഓൺ ചെയ്ത് വെക്കേണ്ട ചില അടിസ്ഥാന സെറ്റിങ്സുകൾ. ഇതിൽ പലതും എന്തിനാണെന്ന് പോലും പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഗൂഗിൾ മാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ വലതുവശത്തെ മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നാവിഗേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ സൗണ്ട് ആൻഡ് വോയിസ് എന്ന ഭാഗത്ത് നമുക്കിവിടെ മ്യൂട്ടഡ് എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക. അത് മാറ്റിയിട്ട് ഇവിടെ അൺമ്യൂട്ടഡ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനും ലൗഡർ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കണം. ഓക്കെ, ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം വോയിസ് സെലക്ഷൻ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷിലായിരിക്കും. അത് മാറ്റിയിട്ട് നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്നും മലയാളം തിരഞ്ഞെടുക്കുകയാണ്. മലയാളം തിരഞ്ഞെടുത്തു. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വഴി പറഞ്ഞു തരുന്നത് എന്നിവിടെ നമുക്ക് പ്ലേ ടെസ്റ്റ് സൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിന്റെ വലതുവശത്തായിരിക്കും. കണ്ടോ, ഇതുപോലെ നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് ഇനി വഴി പറഞ്ഞു തരും. ഇനി അടുത്ത ഓപ്ഷൻ ഇവിടെ പ്ലേ വോയിസ് ഓവർ ബ്ലൂടൂത്ത്, അത് നിങ്ങൾ ഓൺ ചെയ്യുക. കാരണം ബ്ലൂടൂത്ത് കണക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടാമത് ഫോൺ കോൾ വരുമ്പോഴും നിങ്ങൾക്ക് ഈ ഗൂഗിൾ മാപ്പിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അതും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ആവശ്യമില്ല. ഇനി താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ആക്സിഡൻറ്റോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു അലർട്ടായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും നമുക്ക് താഴേക്ക് വരാം. ഇവിടെ റൂട്ട് ഓപ്ഷൻസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവോയ്ഡ് ഫെറീസ് എന്ന ഭാഗം നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുക. ഇത് എനബിൾ ചെയ്യാത്തത് കൊണ്ടാണ് കുളത്തിലും കൊക്കയിലുമൊക്കെ നിങ്ങൾ ചാടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇതും കൂടി നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാപ്പ് ഡിസ്പ്ലേ എന്ന ഭാഗത്ത് നൈറ്റ് മോഡിലായിരിക്കും ഉണ്ടാകുക. അത് മാറ്റിയിട്ട് ഓട്ടോമാറ്റിക്കിലേക്ക് മാറ്റി കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷനും ഇവിടെ ഓട്ടോമാറ്റിക്കിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി എനബിൾ ആയിരിക്കും, അതൊന്നും ചെയ്യേണ്ട. ഇവിടെ ഡ്രൈവിംഗ് ഓപ്ഷൻ എന്ന ഭാഗത്ത് സ്പീഡോമീറ്റർ എന്ന ഭാഗം കാണാൻ സാധിക്കും. അത് നിങ്ങൾ എനബിൾ ചെയ്യുക. നിങ്ങളുടെ വണ്ടിയിലും സ്പീഡോമീറ്റർ വർക്ക് ചെയ്യും, അതുപോലെ തന്നെ മാപ്പിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇപ്പോൾ നടന്നു പോകുന്ന ആളാണെങ്കിൽ ലൈവ് വ്യൂ എന്ന ഭാഗം നിങ്ങളൊന്ന് ഓൺ ചെയ്തത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ താഴെ കാണുന്ന ഡീറ്റെയിൽഡ് വോയിസ് ഗൈഡൻസ് എന്ന ഭാഗവും ഓൺ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട ചില സെറ്റിങ്സുകൾ മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും അറിയാത്തതും ഉണ്ടാകും. ഓക്കെ, അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൽ പറയപ്പെട്ടിട്ടുള്ള സെറ്റിങ്സുകളിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാത്തത് തന്നെയായിരിക്കും. ഇനി അറിഞ്ഞതാണെങ്കിലും അറിയാത്തതാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.